പരിശുദ്ധ മാസമായ റമദാൻ വിട പറയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ റമദാനിലെ അവസാന വെള്ളിയാഴ്ചയിൽ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ പള്ളികൾ. റമദാനിലെ പ്രധാന ദിവസമായ റമദാൻ 25-നാണ് ഇത്തവണ വെള്ളിയാഴ്ചയും എത്തിയത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് ദൈവപ്രീതി മാത്രം കാംക്ഷിച്ച് ദൈവിക ചിന്തകളിൽ മുഴുകിയ വിശ്വാസികൾക്ക് ഈ വർഷത്തെ റമദാനിലെ അവസാന വെള്ളിയാഴ്ച റമദാൻ 25 കൂടിയായതോടെ അതിരറ്റ സന്തോഷമാണുണ്ടായത്. രാവിലെ മുതൽ തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ ദിക്റുകൾ ചൊല്ലിയും ഖുർആൻ പാരായണം ചെയ്തും ദൈവിക സ്മരണകളിൽ മുഴുകി. കൂടാതെ റമദാനിലെ അവസാന 10-ലെത്തിയതോടെ നിരവധി പേരാണ് പള്ളികളിൽ ഇത്തികാഫ് ഇരിക്കുന്നത്. റമദാനിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളികളിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രത്യേകത ഏറെയുള്ള അവസാന വെള്ളിയാഴ്ചയും പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. രാവിലെ മുതൽ തന്നെ അവസാന വെള്ളിയാഴ്ചയിൽ പള്ളികളിൽ വിശ്വാസികൾ എത്തിച്ചേർന്നിരുന്നു. ജുമാ നിസ്കാരത്തിന് തിരക്കേറിയതോടെ പലരും പള്ളിക്ക് പുറത്തു നിന്നാണ് നിസ്കരിച്ചത്. പള്ളികൾക്ക് മുന്നിൽ പന്തലിട്ടാണ് നിസ്കരിക്കാൻ പലയിടത്തും സൗകര്യമൊരുക്കിയത്. റമദാനിൽ കാത്തു സൂക്ഷിച്ച വിശുദ്ധി തുടർന്നു കൊണ്ടുപോകാൻ തയ്യാറാകണമെന്ന് ഇമാമുമാർ ഖുതുബയിൽ ഉദ്ബോധിപ്പിച്ചു. റമദാനിലെ അവസാന വെള്ളിയിൽ വിശ്വാസികൾ ഏറെ നേരം പ്രാർത്ഥനകളിൽ മുഴുകി. വിശുദ്ധ റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ചയിൽ വിശ്വാസികൾ പള്ളിയിൽ വിതുമ്പി സങ്കടത്തോടുകൂടെ തിരിഞ്ഞ ഒരു സമയത്താണ് എൻ്റെ സഹോദരൻ എന്നെ ക്ഷണിക്കുന്നതും ഞാൻ സംസാരിക്കുന്നതും. അസ്സലാമു അലൈക യാ ഷഹ്റ റമദാൻ എന്ന ആ സലാം കേട്ടപ്പോൾ തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് വിതുമ്പി. ഇന്ന് ഈ വർഷത്തെ വിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മളൊക്കെ ചെയ്യേണ്ടത്, ഈ വിശുദ്ധ റമദാനിൽ നാം ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു. പട്ടിണി എന്താണ് എന്ന് നാം മനസ്സിലാക്കി. നമുക്ക് മനസ്സിലായപ്പോൾ മറ്റുള്ളവരുടെ പട്ടിണിയെക്കുറിച്ചും നമുക്ക് ബോധ്യപ്പെട്ടു. ദാഹത്തെക്കുറിച്ച് ഓർമ്മിച്ചു, ക്ഷീണത്തെക്കുറിച്ച് ഓർമ്മിച്ചു. ഇത് മൊത്തത്തിൽ എല്ലാവർക്കും, എല്ലാ ജീവികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് തന്നെയാണ്, ഈ ചൈതന്യം തന്നെയാണ് അടുത്ത റമദാൻ വരെയും മരണം വരെയും നാം നിലനിർത്തേണ്ടത്. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.